എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് പുതിയൊരു യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 4 ബഹുഭുജങ്ങൾ, അതായത് പോളിഗൺസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 4 ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നേർരേഖ സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളാണ് കാണുന്നത്. ഈ ചിത്രങ്ങളെല്ലാം നമുക്ക് പരിചയമുള്ള ചിത്രങ്ങളാണ്. ഇവിടെ 1, 2, 3 വരകള് ചേർത്ത് വരച്ച് നമുക്ക് ഒരു രൂപം കിട്ടി. ഈ രൂപത്തിന് പറയുന്ന പേരാണ് ത്രികോണം. എന്താ പറയാ? ത്രികോണം. ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ 3 നടത്തം, 3 വശങ്ങൾ ഉള്ള രൂപം. അതുകൊണ്ട് ഇതിനെന്തോ 3 കോണുകളും ഉണ്ട്, 3 വശങ്ങളും ഉണ്ട്, 3 കോണുകളും ഉണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിയേ, 1, 2, 3, 4 വരകൾ ഉപയോഗിച്ച് ക്ലോസ്ഡ് ഫിഗർ ആണ്, തുറന്നതല്ല, അടഞ്ഞ രൂപമാണ്. ഈ 4 വരകളും ചേർത്ത് നമ്മൾ ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന് 4 വശങ്ങളുണ്ട്, അതിനാൽ 4 കോണുകളും ഉണ്ട്. ഈ രൂപത്തിന് പറയുന്ന പേരാണ് ചതുർഭുജം. ചതുർ എന്ന് പറഞ്ഞാൽ 4, ചതുർഭുജം. അപ്പൊ 4 വശങ്ങളും 4 കോണുകളും ഉള്ള രൂപം. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. 1, 2, 3, 4, 5 വശങ്ങൾ. അപ്പൊ 5 വശങ്ങൾ ഉള്ളത് കൊണ്ട് 5 വരകൾ, 5 നേർരേഖകൾ ചേർത്ത് യോജിപ്പിച്ച് വരച്ച ചിത്രമാണ്. അതുകൊണ്ട് 5 കോണുകളും ഉണ്ട്. 3, 4, 5. 5 വശങ്ങളുള്ള രൂപത്തിന് പറയുന്ന പേരാണ് പഞ്ചഭുജം. 5 വശം, ഭുജം, വശം, പഞ്ചഭുജം. പഞ്ചഭുജം. അപ്പം 5 വശങ്ങളും 5 കോണുകളും ഉണ്ട്. ഇവിടെയോ അടുത്ത ചിത്രത്തിൽ നോക്കിയേ, 1, 2, 3, 4, 5, 6 വരകൾ, 6 വശങ്ങളുണ്ട്, 6 കോണുകളുമുണ്ട്. 2, 3, 4, 5, 6 കോണുകൾ. അപ്പം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് 6 വശങ്ങളും 6 കോണുകളുമുള്ള രൂപം, ഷഡ്ഭുജം. എന്താ പറയാ? ഷഡ്ഭുജം. ഷഡ്ഭുജം, ഹെക്സഗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പം ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, അങ്ങനെ വശങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇവയ്ക്ക് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. 3 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 3, ചതുർ എന്ന് പറയുന്നത് 4, പഞ്ച 5. ഇപ്പൊ പഞ്ചഭുജം 5 വശങ്ങൾ, ഷഡ്ഭുജം 6 വശങ്ങൾ. അങ്ങനെ രൂപങ്ങൾക്ക്, കുറെ രൂപങ്ങൾക്ക് പേര് തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ഇവ സൂക്ഷ്മമായി നിരീക്ഷിച്ചാല് എത്ര വശങ്ങളുണ്ടോ അത്രയും കോണുകൾ തന്നെ അവയ്ക്കുണ്ട്. 4 വശമാണെങ്കിൽ 4 കോൺ, 5 വശമാണെങ്കിൽ 5 കോൺ, 6 വശമാണെങ്കിൽ 6 കോൺ, 7 വശമാണെങ്കിൽ 7 കോൺ, അങ്ങനെ അങ്ങ് പോകും. ഇനി നമുക്ക് ഇവയുടെ കോണുകളുടെ എല്ലാം അളവാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് ത്രികോണം അറിയാം, ഇത് നമുക്ക് പരിചയമുള്ളതാണ്. എന്താണ്? 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട്. അതുകൊണ്ട് ഈ ത്രികോണത്തിന്റെ കോണുകളുടെ ആകെ തുക എത്രയാണ്? 180. ത്രികോണം കോണുകളുടെ, നമുക്ക് ഓരോന്ന് ആയിട്ട് എഴുതാം. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? വശങ്ങൾ, കോണുകൾ, ആകെ കോണുകളുടെ തുക. കോണുകളുടെ തുക. ത്രികോണത്തിന് നമുക്ക് 3 വശങ്ങളുള്ള രൂപം അല്ലെ? ത്രികോണം 3 വശം. അതിന് എത്ര കോണുകളുണ്ട്? 3 കോണുകൾ. ആകെ കോണുകളുടെ തുക, 3 കോണുകളും കൂടി ചേർത്താൽ എത്ര കിട്ടും? 180 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോണുകളുടെ തുക ആകെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കോണുകളുടെ തുക എന്ന് പറയുമ്പോൾ എല്ലാ കോണുകളുടെയും തുകയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? അകത്തുള്ള കോണുകൾ, ബാഹ്യമല്ല, അകത്തുള്ള കോണുകൾ.
ഇനി നമുക്ക് നാല് വശങ്ങളുള്ള രൂപം. അത് നമ്മള് ചതുർഭുജം. 4 വശങ്ങളുള്ള രൂപങ്ങൾ നമ്മൾ കുറെ അധികം പഠിച്ചിട്ടുണ്ട് അല്ലെ. ത്രികോണങ്ങൾ തന്നെ നമ്മൾ പല രൂപത്തിലും ഭാവത്തിലും പഠിച്ചിട്ടുണ്ട്. അതല്ല എന്താ സമപാർശ്വ ത്രികോണം, സമഭുജ ത്രികോണം, മട്ടക്കോൺ വരുന്ന ഒരു കോൺ 90 ഡിഗ്രി ആണെ മട്ട ത്രികോണം. അങ്ങനെ ത്രികോണം പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചതുർഭുജം, 4 വശമുള്ള എല്ലാ രൂപത്തിനെയും നമ്മൾ ചതുർഭുജം എന്ന് പറയും. ആ ചതുർഭുജത്തില് എന്തെല്ലാം വരും? ചതുരം, സമചതുരം, സാമാന്തരികം, എല്ലാം സമഭുജ സാമാന്തരികം, ഇതെല്ലാം ചതുർഭുജങ്ങളിലാണ് വരുന്നത്. അടുത്ത നമുക്ക് ചതുർഭുജം എഴുതാം. ചതുർഭുജം. ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്, 4 കോണുകളുണ്ട്. ഇവയുടെ ആകെ കോണുകളുടെ തുക നമുക്കറിയാം 360 ആണ്. പക്ഷെ അങ്ങോട്ടങ്ങോട്ട് പോകും തോറും വലിയ വലിയ കോണുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതിനെ ത്രികോണമാക്കി മാറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഒരു വികരണം വരയ്ക്കാണ്. കോണോട് കോൺ വരയ്ക്കുമ്പോൾ ഇത് വികരണമാണ്. ആ വികരണം ഇതിനെ 2 ത്രികോണങ്ങളാക്കി മാറ്റി. എന്താണ്? 2 ത്രികോണങ്ങളാക്കി മാറ്റി. ഒരു ത്രികോണം 180, 180. അപ്പൊ ഇത് 180. ഇപ്പൊ 2 എണ്ണം ചേരുമ്പോ 180 180 360. അപ്പൊ നമുക്കിവിടെ ഒരു കോളം കൂടി ചേർക്കാം അല്ലെ. ത്രികോണങ്ങളുടെ എണ്ണം 2 ത്രികോണം, അല്ലെങ്കിൽ വേണ്ട 2 × 180. അങ്ങനെ നമുക്ക് 360. ഇനി നമുക്ക് അടുത്തത് പഞ്ചഭുജത്തിലോട്ട് പോകാം. പഞ്ചഭുജത്തിന് 5 വശങ്ങളുണ്ട്, അതിനാൽ 5 കോണുകളും. നമുക്ക് പഞ്ചഭുജത്തിലേക്ക് പോകാം. പഞ്ചഭുജം. പഞ്ചഭുജത്തിന് 5 വശങ്ങളുണ്ട്, അതിനാൽ എത്ര കോണുകളുണ്ട്? 5 കോണുകളുമുണ്ട്. ഇവിടെ നമുക്ക് ആകെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഇതിനെ എന്താക്കി മാറ്റാം? ത്രികോണങ്ങളാക്കി മാറ്റാം. വികരണം വരച്ച് ഇതിനെ ത്രികോണങ്ങളാക്കി ഞാൻ മാറ്റുന്നു. കോണോട് കോണാണ് വരയ്ക്കുന്നത്. 1 2 3 ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര ത്രികോണം കിട്ടി? 3 എണ്ണം കിട്ടി. ഓരോന്നും 180, 180, ഇത് 180, ഇത് 180. അങ്ങനെ എത്ര 180കൾ കിട്ടി നമുക്ക്? 3 എണ്ണം കിട്ടി അല്ലെ. എത്ര എണ്ണം കിട്ടി? 3 എണ്ണം. 3 180 നമുക്ക് കിട്ടിയത്. അപ്പൊ 3 ത്രികോണങ്ങളാക്കി മുറിച്ചത് കൊണ്ട്, നമ്മൾ അതിനെ ഭാഗിച്ചത് കൊണ്ട് 3 × 180 ചെയ്യുമ്പോൾ നമുക്ക് കോണുകളുടെ എല്ലാം ആകെ തുക കിട്ടും. എത്ര വരും? ഒരു 180 കൂടെ കൂട്ടുമ്പോ 540. 3 × 180 = 540. അപ്പൊ ഓരോ 180, ഓരോ വശം കൂടുന്തോറും ഓരോ 180 വീതം കൂടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. ഇനി അടുത്ത നമുക്ക് ഷഡ്ഭുജത്തിലോട്ട് പോകാം. ഷഡ്ഭുജം. ഷഡ്ഭുജത്തിന് 6 വശങ്ങളുണ്ട്. എന്താണ്? 6 വശങ്ങൾ. 6 വശങ്ങളുള്ള, അതുകൊണ്ട് 6 കോണുകളുണ്ട്. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ത്രികോണമാക്കി മാറ്റാം. ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. 1 2 3 4 എണ്ണം കിട്ടി. എത്ര എണ്ണം കിട്ടി? 1 2 3 4 ത്രികോണം കിട്ടി. അപ്പം 4 × 180. എത്ര എണ്ണം കിട്ടി? 4 × 180. ഓരോന്നും 180 അല്ലേ. ഇത് 180, ഇത് 180, ഇത് 180, ഇത് 180.
എന്താണ് ത്രികോണമല്ലേ? ത്രികോണം ആകുമ്പോ ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180. അങ്ങനെ 4 എണ്ണം വരുമ്പോ 4 × 180, ഇതിന്റെ കൂടെ ഒരു 180 കൂട്ടുമ്പോൾ നമുക്ക് 720 ഡിഗ്രി. ഇതെല്ലാം ഡിഗ്രിയിലാണ്. 720 ഡിഗ്രി എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ ഇതിനെ കൂടുതലായിട്ട് പരിശോധിക്കേണ്ടത്. ഈ കോണുകളുടെ തുക എങ്ങനെ മാറും? 3 വശങ്ങളുള്ളപ്പോ ഒരു 180. ഇവിടെ ചതുർഭുജമായപ്പോ 4 വശം. 4 വശം ആയപ്പോ ഒരു 180. 180ന്റെ കൂടെ ഒരു 180 കൂടെ കൂടി 360 ആയി. അപ്പം നമുക്ക് എത്ര ത്രികോണം കിട്ടി? ഇവിടെ 2 ത്രികോണം കിട്ടി. എത്ര കിട്ടി? 2 എണ്ണം കിട്ടി. ഇനി 5 ആയപ്പോ, പഞ്ചഭുജമായപ്പോ 5 വശങ്ങളായപ്പോൾ നമുക്ക് 3 ത്രികോണം കിട്ടി. അപ്പം ഒരു ത്രികോണം ആയപ്പോൾ 180 ഡിഗ്രി. ഇവിടെ 2 ത്രികോണം വന്നപ്പോൾ 360 ഡിഗ്രി. 5 വശം വന്നപ്പോൾ നമുക്ക് 3 ത്രികോണം കിട്ടി. അപ്പൊ എത്ര? 540. 6 വശം വന്നപ്പോൾ നമുക്ക് 4 ത്രികോണം കിട്ടി. അപ്പൊ എത്ര? 720. പിന്നെ വശങ്ങളുടെ എണ്ണം, ഓരോ വശങ്ങളുടെ എണ്ണത്തിൽ 1 കൂടുന്തോറും, വശങ്ങളുടെ എണ്ണത്തിൽ 1 കൂടുന്നു. ഇവിടെ ഓരോന്ന് വീതം കൂടും. 1 കൂടുമ്പോൾ ആകെ തുകയിൽ എത്ര വീതം കൂടുന്നു? 180 ഡിഗ്രി വീതം കൂടുന്നു. അത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ വശങ്ങളുടെ എണ്ണം 1 കൂടുമ്പോൾ ആകെ തുകയിൽ എത്ര കൂടുന്നു? 180 വീതം കൂടുന്നു. ഇപ്പൊ 3 വശമായപ്പോൾ 180 ഉള്ളായിരുന്നു. വശങ്ങളുടെ എണ്ണം 3 ൽ 4 ആയപ്പോൾ ഇവിടെ എത്രയായിരുന്നു? ഒരു 180 കൂടെ കൂടി 360 ആയി. 4 ൽ നിന്ന് 5 ആയപ്പോൾ 360ന്റെ കൂടെ പിന്നെയും ഒരു 180 കൂടി 540 ആയി. 5 ൽ നിന്ന് 6 ആയപ്പോഴോ വീണ്ടും ഒരു 180 കൂടി 720. 6 ൽ നിന്ന് 7 ആകുമ്പോഴോ വീണ്ടും ഒരു 180 കൂടും. 7 ൽ നിന്ന് 8 ആകുമ്പോഴോ വീണ്ടും ഒരു 180 കൂടും. അപ്പൊ ഇവിടെ ഒരു പൊതു തത്വം തന്നെ ഉണ്ട്. എന്താണ്? ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വശങ്ങളുടെ എണ്ണം ഓരോന്ന് വീതം കൂടുന്തോറും ആകെ തുകയിൽ 180 ഡിഗ്രി വീതം കൂടിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ അത് കൂടാതെ നമുക്ക് വേറെയും ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. എന്തൊക്കെയാണ്? ഇവിടെ നോക്കിക്കേ, വശങ്ങളുടെ എണ്ണവും കോണുകളുടെ തുകയിലും എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. 3 വശങ്ങളായപ്പോൾ എത്ര? നമുക്ക് ഇവിടെ ഒരു ത്രികോണം, അതാണ് 1 × 180, അത് 180. 4 വശങ്ങൾ വന്നപ്പോൾ ത്രികോണം 2 ആയി. അതായത് ഇതിൽ നിന്ന് 2 കുറവ്, 3 ന് 2 കുറവ് 1, അതായത് 1 × 180. ഇതാണ് 1 × 180. മനസ്സിലായി? ഇവിടെ 4 ൽ നിന്ന് 2 കുറവ്, അപ്പൊ 2. 2 × 180. 5 ൽ നിന്ന് 2 കുറഞ്ഞു, 3 × 180. 6 ൽ നിന്ന് 2 കുറഞ്ഞു, എത്ര? 4 × 180. അതായത് വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ചതിനെ 180 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോണുകളുടെ ആകെ തുക കിട്ടും. അപ്പൊ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറയ്ക്കുക, എന്നിട്ട് അതിനെ 180 കൊണ്ട് ഗുണിക്കുക, നമുക്ക് എന്ത് കിട്ടും? കോണുകളുടെ ആകെ തുക കിട്ടും. അപ്പൊ നമുക്ക് എപ്പോഴും ഇതുപോലെ ത്രികോണം വരച്ചിങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വലിയ ഇപ്പം നമ്മൾ 6 വരെയാ വരച്ചത്, 6 വശങ്ങളുടെ രൂപം. ഈ 10ഉം 20ഉം 30ഉം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വരച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അസാധ്യമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ജനറൽ ഫോർമുലയിൽ എന്തിലെങ്കിലും നമുക്ക് എത്തണം. പോയി നമുക്കൊരു പൊതു തത്വത്തിൽ എത്തിച്ചേരണം, അല്ലെ? വശങ്ങളുടെ എണ്ണം 2, 3, 4 ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുക, അല്ലേ? അതിനെ നമുക്ക് n എന്ന് എടുക്കാം. n ആയാൽ വശങ്ങളുടെ എണ്ണം n ആയാൽ കോണുകൾ എത്ര തന്നെ ഉണ്ടായിരിക്കും? n തന്നെ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ ആകെ കോണുകളുടെ തുക വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറവാ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എങ്ങനെ? 3നേക്കാൾ 1 കുറവ്, 2 കുറയുമ്പോ 1 × 180. 4നേക്കാൾ 2 കുറവ്, 2 കുറയുമ്പോ 2 × 180. 5നേക്കാൾ 2, 5 ൽ നിന്ന് 2 കുറയ്ക്കുന്നു, 3 × 180. 6 ൽ നിന്ന് 2 കുറയ്ക്കുന്നു, എത്ര? 4 × 180. n ആകുമ്പോൾ വശങ്ങളുടെ എണ്ണം n ആകുമ്പോൾ n ൽ നിന്ന് 2 കുറയ്ക്കുക, n - 2 × 180, എന്നിട്ട് 180 കൊണ്ട് ഗുണിക്കുക. അപ്പൊ n ൽ നിന്ന് 2 കുറച്ചിട്ട് 180 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആകെ തുക കിട്ടും. കോണുകളുടെ ആകെ തുക കിട്ടും.
അപ്പൊ നമുക്ക് ഈ ഉത്തരവൊക്കെ ഇതിനകത്ത് കൊടുത്ത് ശരിയാണോ നോക്കാം. അപ്പം വശങ്ങളുടെ എണ്ണം 5 കൊടുക്കാം. അപ്പൊ 5 - 2 × 180. 5 - 2 എത്ര? 3. 3 × 180 എത്ര? 540. കിട്ടിയില്ലേ? അപ്പം എന്നിന്റെ വില നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്താൽ എത്ര വശങ്ങളുള്ള രൂപത്തിന്റെയും കോണുകളുടെ ആകെ തുക കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ 100 വശങ്ങളുള്ള രൂപത്തിലെ കോണുകളുടെ ആകെ തുക കാണണമെങ്കിൽ 100 - 2. 10 എണ്ണത്തിന്റെ ആണെങ്കിൽ 10 - 2. 10 - 2 × 180. ഇനി വശങ്ങളുടെ എണ്ണം 10 എന്നിരിക്കട്ടെ. അപ്പൊ n = 10. 10 കൊടുക്കുകയാണെങ്കിൽ 10 - 2 × 180. 10 - 2 എന്ന് പറഞ്ഞാൽ എത്ര? 8. 8 × 180. 0 8 8 64. 6 14. 1440 കിട്ടും. എത്ര കിട്ടും? 1440. അങ്ങനെ എത്ര വശങ്ങളുള്ള രൂപത്തിന്റെയും കോണുകളുടെ ആകെ തുക n - 2 × 180 ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്താണ്? 180 × n - 2. അതായത് 180 × n - 2. അല്ലെ തിരിച്ചും പറയാം, n - 2 × 180. ഇതാണ് തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. പേജ് 65 എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. പേജ് 65 ഒന്നാമത്തെ ചോദ്യം. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1980 ആണ്. ഇതിനേക്കാൾ ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്താണ്? ഒരു വശം കുറവായ ബഹുഭുജത്തിലോ. അപ്പം വശങ്ങളുടെ എണ്ണം 1 കൂടുമ്പോൾ ഒരു 180 ഡിഗ്രി ആകെ കോണുകളുടെ തുകയിൽ കൂടുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ? അതനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പം കോണുകളുടെ തുക ഏതോ ഒരു ബഹുഭുജം, ആ ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1980. ഈ ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം എത്രയാണോ അതിനേക്കാൾ ഒരു വശം കൂടുതലായ ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്താണ്? ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക. ഇതിനേക്കാൾ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, എത്ര വശങ്ങളുണ്ട്. ഇതിനേക്കാൾ ഒരു വശം കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു 180 കൂടുതൽ. 2 വശം കൂടുതൽ എന്ന് പറഞ്ഞാൽ 2 180. 180 + 180 അതായത് 360 കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ അത് നമുക്കൊരു 180 കൂട്ടിയാൽ മതി. ഒരു വശം കൂടുമ്പോൾ ഒരു 180 ഡിഗ്രി കൂടുന്നു. എത്ര വരും? 1980 കൂടെ ഒരു 180 കൂട്ടുമ്പോൾ 0 8 8 16 ഇഷ്ടം 1 9 10 1 11 1 1 2160. ഇനി ഒരു വശം കുറഞ്ഞാലോ? ഈ 180 അങ്ങ് കുറയും. ഇതിൽ നിന്ന് ഒരു 180 കുറയും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ്. അപ്പം കുട്ടികൾ വെറുതെ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുക, അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. മനസ്സിലായോ? എളുപ്പത്തിൽ ചെയ്യാം. ഒരു വശം കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു 180 കൂട്ടണം. ഒരു വശം കുറവെന്ന് പറഞ്ഞാൽ ഒരു 180 കുറയ്ക്കണം. 2 വശമാണെങ്കിലോ 2 180 കൂട്ടണം. കൂടുതലാണെങ്കിൽ. കുറവാണെങ്കിൽ 2 180 കുറയ്ക്കണം. ഇനി നമുക്ക് ഒരു വശം കുറവായ ബഹുഭുജം. ഒരു വശം കുറവായ ബഹുഭുജത്തിലെ കോണുകളുടെ തുക.
1980 നിന്ന് ഒരു 180 കുറയ്ക്കുക. 1980 നിന്ന് 180 കുറയ്ക്കുക. 0, 0, 9 നിന്ന് 8, പിന്നെ 1, 1800. മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ പല പരീക്ഷയ്ക്കും വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു ചോദ്യം ചെയ്തോളൂ. ഇനി ഇതിന്റെ കൊണ്ട് ഒരു 4 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വരുമെന്നോ. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ.